ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇന്ന് ഒരുപാട് വിശേഷമുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളൊരു വിശിഷ്ട വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. മിസ്റ്റർ നിതിൻ MS പിള്ളൈ ബാംഗ്ലൂരിൽ നിന്ന് വെളുപ്പിനെ ലാൻഡ് ചെയ്തെന്ന് വെച്ചാൽ ട്രെയിനാട്ടോ വന്നത്. സേ ഹായ്. നിഷ്കളങ്കൻ, ഒരു ഹായ് പറയുന്നതിൻ്റെ പാവം. ഓക്കെ, നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് എറണാകുളത്ത്. ഇന്ന് നമ്മൾ എറണാകുളത്തുണ്ട്. പിന്നെ ഒരു വിശേഷം എന്ന് വെച്ചാൽ ഞാൻ മൂക്ക് കുത്താൻ പോവാണ് ഗൈസ്. എനിക്കറിയത്തില്ല, എനിക്ക് കുഞ്ഞിലെ തൊട്ട് അങ്ങനെ മൂക്ക് കുത്തണം, ഈ മേക്കാതെ, അതായത് സെക്കൻഡ് സ്റ്റാർട്ട് അടിക്കണമെന്നൊന്നും എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പിന്നെ ഒരു പോയിന്റിൽ എല്ലാവരും പറഞ്ഞിട്ട് ഞാൻ സെക്കൻഡ് സ്റ്റാർട്ട് അടിച്ച് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഒന്നുകൂടെ അടിച്ചു. ഇന്ന് ഞാൻ ഒന്നുകൂടെ അടിക്കാൻ പോവാണ്. അതിൻ്റെ കൂട്ടത്തിൽ മൂക്ക് കുത്താൻ പോവാണ് ഗൈസ്. ഒരു ഫെമിനി ടച്ച് വരുത്താൻ പോവാണ്. എന്തായാലും നോക്കാം, എനിക്കറിയത്തില്ല, ചേരുമായിരിക്കും ചേരത്തില്ലായിരിക്കാം. പിന്നെ എനിക്ക് ഒരുപാട് ഡൗട്ടുണ്ട്, ഈ മൂക്ക് കുത്തിയാൽ എങ്ങനെയാണ്, നമുക്ക് പനിയൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ഡൗട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം, വഴിയെ കാണിക്കാം. ചിലപ്പം മൂക്ക് കുത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മൂക്ക് കുത്തുന്ന ഈ വീഡിയോയെ പബ്ലിഷ് ആക്കത്തില്ലായിരിക്കും കേട്ടോ, പറയാൻ പറ്റത്തില്ല. ശരി, നമ്മളപ്പം പുറത്തോട്ട് ഇറങ്ങുവാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോവാം. ഓക്കെ, കയറി വന്നു. വൈറ്റിലയിലുള്ള നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലാണ് നമ്മൾ നോസ്പിന്നെ സെക്കൻഡ് സ്റ്റാർട്ടൊക്കെ സെലക്ട് ചെയ്തു. സൂപ്പറാട്ടോ, ഒരുപാട് സെലക്ഷൻ ഉണ്ട്. നമുക്ക് ചെറിയ സാധനം മതിയായിരുന്നു, അപ്പോൾ ചെറിയ സാധനമാണ് സെലക്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കുത്താൻ പോകണം ഗൈസ്. ഭയങ്കര ചെറിയ സ്റ്റോൺ ആണ്, സ്റ്റെമ്പിൽ സ്റ്റോണുള്ളൂ. ചാൻസ് കൂടുതലാണ്. അതെ, താഴേക്ക് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും മുകളിൽ നിൽക്കാൻ നോക്കണം. എന്താ എനിക്ക് പറയുന്നത്? ചോര കണ്ട് തൃപ്തിയാ. വീണ്ടത്തെ വേന ഉണ്ടാവില്ല. ചുമന്നു. അപ്പം എൻ്റെ ബാഗിലോട്ട് എടുത്തോ. നമ്മൾ സുഭാഷ് പാർക്കിൽ വന്നേക്കുക. മൂക്ക് കുത്തിയിട്ട് എനിക്ക് ഇല്ലാത്ത വേദനകളൊന്നുമില്ല. എനിക്ക് പല്ല് വേദന എടുക്കുന്നു, മോണ വേദന എടുക്കുന്നു. എന്തുവാ കുഞ്ഞ് ഡയമണ്ട് സ്റ്റോണാ അതിൻ്റെ നോസ്പിൻ വെച്ചേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അറിയാൻ പാടില്ല ശരിക്കും, പക്ഷെ വേദന നന്നായിട്ടുണ്ട് കേട്ടോ. നോക്കുന്നവർക്ക് കാണാനില്ലെന്ന് തോന്നുന്നു, അല്ല ഇങ്ങനെ ചരിഞ്ഞ് കാണിക്കണം. എന്തൊരു കഷ്ടമാണ് ഇത് കൊച്ചുള്ളവർക്ക്. അമ്മയുടെ പൊന്നുമോനാന്നീ പോന്നേ. കുത്തിയ കാര്യം ഞാനങ്ങ് മറന്നുപോയി കേട്ടോ, അതിന്റെ വേദന അറിയാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ വിട്ടുപോയി. പക്ഷെ മൂക്കിൻ്റെ വേദന നന്നായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഈ മൂക്കുത്തി കുത്തിയതാണ് എനിക്ക് ഭയങ്കര ഹൈലൈറ്റ്. കാത് കുത്തിയത് അങ്ങനെ അറിയാനില്ല.
കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അയ്യോ മൂക്ക് ചീറ്റ് ചെയ്ത് കയറിപ്പോവാനും ശ്വാസം ഇങ്ങനെ ഒരുപാട് എടുക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നത് ദൂരത്തോട്ട് അങ്ങനെ പോകുന്നു. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു. കുറേ ലേറ്റായി. വയ്യായിരുന്നു വെച്ചാൽ എനിക്ക് ചെവിയൊക്കെ കുത്തി മൂക്ക് കുത്തിയിട്ട് വേദനയൊക്കെ ആയിരുന്നു. നമ്മൾ കുറേ റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇവിടെ ഭയങ്കര മഴയൊക്കെ തുറന്നപ്പോൾ നമ്മളിങ്ങനെ പുറത്തോട്ട് പോകാനായിട്ടൊക്കെ പ്ലാൻ ചെയ്യാം. അത് പുറത്ത് പോകാം കേട്ടോ. കൊള്ളോ? ചവിട്ട് കഴിച്ചു. രണ്ടുപേര് തുഴയല്ലേ. മീൻ ഇട്ടതുപോലെ എടുക്കാൻ പോയിരുന്നു. എനിക്കില്ല, അത് വാങ്ങിക്കണം. മൂക്ക് കുത്തിയ വീഡിയോസ് കണ്ടല്ലോ. മൂക്ക് കുത്തിയതിന് ശേഷം ഒരു 2 വീക്സ് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അത് ഈ വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കണ്ടിന്യൂഷൻ പോലെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങളിപ്പോൾ കാണണം. മൂക്ക് കുത്തി ഇപ്പം കണ്ടല്ലോ. ഞാനിപ്പോൾ ഒരു റിങ്ങാണ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഞാൻ എല്ലാവരോടും പറയും, ഇപ്പം എന്നെ അറിയാവുന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം അല്ല വാട്സപ്പ് എൻ്റെ റിലേറ്റീവ്സ് ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ഈ കഥ അറിയാം. ഒരു കഥ സൊല്ലട്ടുമാ എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് തുടങ്ങുന്നത് തന്നെ. നമ്മൾ ആ മൂക്ക് കുത്തിയിട്ട് വീട്ടിൽ പോയി. അപ്പം മൂക്ക് കുത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഈ കുറച്ച് ബൾജിയും കുറച്ച് റെഡായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ. അപ്പം തീരെ ചെറിയൊരു സ്റ്റോൺ ആയിരുന്നു അത്, ഡയമണ്ട് സ്റ്റോൺ. തീരെ ചെറുതായിരുന്നു. അപ്പം മൂക്ക് ബൾജ് ചെയ്ത് കഴിഞ്ഞപ്പം സാധനം കാണുന്നില്ല. മൂക്ക് കുത്തിയത് അറിയാനേ ഇല്ല. അപ്പോൾ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ സംസാരിനോട് പറയുന്നുണ്ട്, നമുക്ക് റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുക്കാം. ആക്ച്വലി ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഞാൻ എടുക്കാത്ത തന്നെ ഞാനിത് മറന്നുപോയി. ഈ വീഡിയോ എടുത്തോണ്ടിരുന്ന കാര്യം തന്നെ മറന്നുപോയി. അപ്പോൾ ചെന്നിട്ട് റിയാക്ഷൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പം കൊച്ചച്ഛനാണ് ഞങ്ങളെ വിളിക്കാൻ വന്നത്, സുരേഷ് കൊച്ചച്ഛൻ. കൊച്ചച്ഛൻ എന്നെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചത്, എന്താ നിൻ്റെ മൂക്കിൽ എന്തോ ഒരു ഞൊണൽ, മീൻസ് ഒരു കുരു ഇരിക്കുന്നതെന്ന് അതുപോലെ ഫീൽ ചെയ്യുന്നുള്ളൂ, മൂക്കുത്തിയായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്താ നിൻ്റെ മൂക്കിലൊരു കുരു എന്നാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചേ ഞാനിത് മൂക്കുത്തിയാതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്ത് കാണിക്കേണ്ടി വന്നു എല്ലാവരെയും. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് ഷീലാമ്മയുടെ റിയാക്ഷൻ, അപ്പം ഓണത്തിൻ്റെയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക. അമ്മയെ കൊണ്ട് കാണിക്കാൻ ചെല്ലുമ്പോൾ അമ്മയുടെ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഫസ്റ്റ് റിയാക്ഷൻ ആയിരുന്നു. വീഡിയോ എടുക്കാഞ്ഞത് ഭാഗ്യമായി പോയെന്ന് തോന്നി എനിക്ക്. അമ്മ എന്നെ കണ്ടപ്പോൾ തന്നെ, അയ്യേ ഇതെന്തോ ഇത്, പിന്നെ നീ എന്തിനാ ഇത് കുത്തിയത്, ഇത് കാണാൻ പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശം റിയാക്ഷനായിരുന്നു. എന്നാലും ഞാൻ പിടിച്ചു നിന്നു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പിടിച്ചു നിന്ന് എല്ലാവരും വന്നവരും പോകുന്നവരെല്ലാം കളിയാക്കിയിട്ട് പോയി. ഞാനിങ്ങനെ എടുത്ത് കാണിക്കണത്, ഞാൻ മൂക്ക് കുത്തി എന്ന് എല്ലാവരെയും വരുന്നവരെയൊക്കെ ഞാൻ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നു. എന്നിട്ട് പിന്നൊരു ദിവസം കൂടെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഉള്ളിൽ പോയി. എനിക്ക് ദൂരാൻ പറ്റുന്നില്ല, എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് പിന്നെ പേടിയായിപ്പോൾ ഇത് പോകുമെന്ന് വിചാരിച്ച് ഇത് ലാസ്റ്റ് ഉള്ളിൽ പോയപ്പോൾ ഷീലാമ്മ ഓൾറെഡി കുത്തിയതിൻ്റെ ഒരു മൂക്കുത്തി സ്വർണ്ണം അല്ലാത്തത് ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ളത് എനിക്ക് തന്നു, റെൻറ്റിന് തന്നു. ഇത് മുറിവ് കരിയുന്നിടം വരെ ഇതിട്ടോന്ന് പറഞ്ഞിട്ട് എനിക്കത് തന്നു. അപ്പോൾ ഞാൻ അതിട്ട് 2 ദിവസം നടന്നു. 2 ദിവസം നടന്നിട്ട് നമ്മൾ ഉത്രാടത്തിൻ്റെ അന്ന് ഇത് മാറ്റി, മീൻസ് മറ്റേ വാങ്ങിച്ച നോസ്പിൻ മാറ്റിയിട്ട് വേറെ വാങ്ങിക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ കൊട്ടാരക്കര പോയപ്പോൾ അതവിടെ മാറ്റാൻ പറ്റില്ല, ഈ വാങ്ങിച്ചത് തന്നെ മാറ്റണം. അപ്പം പിന്നെ ഈ റിങ് സെലക്ട് ചെയ്തു. റിങ് സെലക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇതായിരിക്കും നല്ലത്, ഇത് ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ പറഞ്ഞ് ഇത് കരിയുമ്പോഴേക്കും ഞാൻ ഇടാം. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇവിടെ ആളുണ്ട് ഇട്ട് തരും എന്ന് പറഞ്ഞിട്ട് ഇത് ഇടിയിക്കാൻ ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പം ഇത് നോക്കിയപ്പോൾ തന്നെ ഇത് ഞാനിവിടെ ഇത് കുത്താനായിട്ട് ഇതും കൊണ്ട് പോയി ഇങ്ങനെ ഇരിക്കാം, മീൻസ് ഇത് ഇടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോയിരിക്കാം. അപ്പം പുള്ളി ഒരു പ്ലെയറൊക്കെ ആയിട്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളെ പ്ലെയറൊന്നും വേണ്ട, എനിക്കറിയാം ഞാനിത് ഊരയിടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളി ഞാൻ സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് ഈ പ്ലെയറും വെച്ച് എൻ്റെ മൂക്കുത്തി വലിച്ചൂരി, ഇവിടെയൊക്കെ ചോരയൊക്കെ തെറിച്ച്. എന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ ഇത് പഴുത്തിരിക്കുക, നിനക്ക് ഈ സാധനം പിടിക്കത്തില്ല, ഗോൾഡ് അല്ലാതെ ഇത്, അതുകൊണ്ടാണ് ഇത് പഴുത്തു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി.
കുഴപ്പമില്ല, ഇതിട്ടോ, ഇത് ഗോൾഡാണല്ലോ, ഇത് ഇടുമ്പം കരിയുമല്ലോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതങ്ങോട്ട് വലിച്ച് നൂത്ത് ഇടാൻ നോക്കുന്നു. ഞാൻ പുള്ളിയുടെ ഷർട്ടിലൊക്കെ ഇങ്ങനെ മുറുക്കി പിടിച്ച് കണ്ണുനീരൊക്കെ ഇങ്ങനെ ഒഴുകി ഇവിടെയൊക്കെ ചോരയൊക്കെ ആയിട്ട് എനിക്കറിയാം. എന്നിട്ട് പുള്ളി ഒരു ടിഷ്യൂ പേപ്പർ എന്നിട്ട് പറഞ്ഞു തുടച്ചോ, കുറച്ച് ഇവിടെയൊക്കെ ഉണ്ട്. തുടച്ച് നോക്കിയപ്പോൾ ഫുള്ള് ബ്ലഡൊക്കെ ഇട്ട് ചോരക്കളിയാണ്. അപ്പോൾ പുള്ളി എന്നിട്ട് ഇതിങ്ങനെ കുത്താൻ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ ഒരു മിറർ തന്നാൽ ഞാനിടാം, കുഴപ്പമില്ല ഞാനിട്ടോളാം. അപ്പം എനിക്ക് അത്രയ്ക്ക് വേദന എടുക്കുന്നുണ്ട്. ശരിക്കും ഇത് കുത്തിയപ്പോൾ പോലും എനിക്ക് അത്ര വേദനയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളെ ഞാൻ കുത്താം. പുള്ളി വേണ്ട ഞാൻ സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇതങ്ങോട്ട് പിടിച്ച് കുത്തി. അപ്പോൾ ഷീലാമ്മ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഷീലാമ്മ കുറേ ആയിട്ട് എന്നെ കാണാനായിട്ട് ഷീലാമ്മ ഇങ്ങനെ എണീറ്റ് നോക്കിയപ്പോൾ ഞാനിങ്ങനെ ചോരയൊക്കെ ആയിട്ട് അപ്പോൾ ഞാനിങ്ങനെ എനിക്ക് വയ്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുക. ചന്ദ്രനൊക്കെ ഇങ്ങനെ വെളിയിറങ്ങിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ പുള്ളി എങ്ങനെ ഇതിട്ട് വെറ്റാണ്ട് എന്താണ്ടൊരു സ്പ്രേ അടിച്ചെന്നെ വിട്ട്. ഞാനപ്പം മിററിൽ നോക്കിയപ്പം ഇതിട്ടിട്ടുണ്ട്, കുഴപ്പമില്ല. അത് ഭയങ്കര എനിക്ക് ആദ്യം കുത്തിയതിനെക്കാട്ടിൽ ഭയങ്കര എക്സ്പീരിയൻസ് രണ്ടാമത് ഈ റിങ് ഇട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളി റിങ് വെച്ച് തന്നെ എനിക്ക് കുത്തി ഇട്ടു എന്ന്. മറ്റേതിനെക്കാട്ടി കുറച്ചുകൂടെ താഴ്ത്തിയിട്ട് ചിലപ്പം പഴുത്തിരുന്നതുകൊണ്ടോ മേ ബി അങ്ങനെ എന്തെങ്കിലും പുള്ളിയുടെ ഇതായിരിക്കും ഇങ്ങനെ കുത്തി ഇട്ടു ഇതുകൊണ്ട് തന്നെ. അപ്പം പിന്നെ ഞാൻ ഡയമണ്ട് നോസ്പിൻ കൊണ്ടുപോയി എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റി വേറെ നോസ്പിൻ എടുത്തു. സ്റ്റോണിൻ്റെ തന്നെ സാധാ ഡയമണ്ട് അല്ല, സാധാ പോലെ എടുത്തു. സാധാ നോസ്പിൻ ഗോൾഡിൻ്റെ സാധാ സ്റ്റോണുള്ളത് അങ്ങനെ എടുത്ത്. പക്ഷേ ഇതിപ്പം എനിക്ക് തോന്നുന്നു 10-ാം തീയതിയാണ് ഞാൻ കുത്തിയത്. ഇന്ന് 23-ാം തീയതിയായി. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് പെയിൻ മാറിയിട്ടില്ല. പിന്നെ നമ്മൾ ഈ എപ്പോഴും മൂക്കലൊക്കെ പിടിക്കുകയും ഇങ്ങനെയൊക്കെ മുഖത്തൊക്കെ തൊടുന്ന ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം. എനിക്ക് കുറേ അബദ്ധം പറ്റി. കുത്തിയതിൻ്റെ അന്ന് രാത്രി വെളുപ്പിനെ ഉണർന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ മൂക്കെ പിടിച്ച്, രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമുക്ക് ചില ഹാബിറ്റ്സ് ഉണ്ടല്ലോ, മുഖം തുടയ്ക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മൂക്കെ പിടിക്കുക. എനിക്കങ്ങനെ ഉള്ള ആളാണ്. കൂടെ മൂക്കിലൊക്കെ ഇങ്ങനെ തൊടുന്ന ആളാണ്. അപ്പം അത് നമ്മൾ ഓർക്കാണ്ട് മറ്റേ ആ ഡയമണ്ടിൻ്റെ നോസ്പിൻ അത് കുത്തി വന്നപ്പോൾ തന്നെ എനിക്കത് വെയിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു സാധനം ഇരിക്കുന്ന പോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അന്ന് ഉറങ്ങി എണീറ്റ് ഉറക്കത്തിൽ ഞാൻ പിടിച്ചിട്ടുണ്ടാവും. ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ ഇവിടെ ബ്ലഡ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ പിടിച്ച്, പിന്നെ ഞാൻ കൈ കൊണ്ട് വരുമ്പോഴേ ചോദിച്ചേട്ടൻ മൂക്കുത്തി എന്നിങ്ങനെ പറയുമായിരുന്നു. പിന്നെ ഇത് കിടക്കുന്നത് ഒട്ടുമേ അറിയുന്നില്ല, അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ മൂക്കെ പിടിക്കലുണ്ട്. പിന്നെ ഇപ്പം മുഖം കഴുകി തുടയ്ക്കുമ്പോഴൊക്കെ ഞാൻ കുറേ കൂടെ കെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് നല്ല വേദന ഉള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊടുന്നത്. പിന്നെ അല്ലാണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. റിങ് കുറച്ച് ഇപ്പോൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതൊന്ന് സെറ്റായിട്ട് മാറ്റി ഇടാം എന്നൊക്കെ വിചാരിക്കുന്നു. ഇതാണ് എൻ്റെ മൂക്കുത്തി ബ്ലോഗിൻ്റെ എൻഡിങ് എന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് മൂക്കുത്തിൻ്റെ. കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. വേദനയൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ എന്ന് വെച്ചാൽ ഇയർ പ്രൈസിങ്ങിനെക്കാട്ടിൽ കുറച്ചുകൂടെ വേദന കൂടുതലാണ് നോസ് പ്രൈസിങ്. ഇയറിനെക്കാട്ടി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് മൂക്ക്. അതായത് നമ്മളിപ്പം 2 ദിവസം തല നനച്ചില്ലെങ്കിൽ നമ്മുടെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ല, ചെവി കുത്തിയില്ല. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇവിടെ ഒന്നും വേദന അധികം ഇല്ല. ഇതൊക്കെ സെറ്റായും തോന്നുന്നു. സെയിം ഡേറ്റ് ആണല്ലോ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ സെറ്റായും തോന്നുന്നു. അപ്പോൾ 2 ദിവസം നമ്മൾ തല നനച്ചില്ലെങ്കിൽ ഇവിടുത്തെ കാര്യം ഓക്കെയാണ്. പക്ഷെ ഞാൻ വെച്ചാൽ എപ്പോഴും മുഖം കഴുകുന്ന ആളാണ്. രാവിലെ എണീറ്റ് എനിക്ക് മുഖം കഴുകണം, എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് എനിക്ക് മുഖം കഴുകണം, വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് മുഖം കഴുകണം. അങ്ങനെയൊക്കെ എപ്പോഴും മുഖം കഴുകിക്കൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് എപ്പോഴും ഇവിടെ മൂക്ക് നനയുമായിരുന്നു. അങ്ങനെ ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും മേ ബി ഇത് കരിയാൻ കുറച്ച് ടൈം എടുക്കുന്നത്. ചെവിയൊക്കെ എനിക്ക് സെറ്റായി തോന്നുന്നു. എന്നാലും ഞാൻ മാറ്റിയിടാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടില്ല. മീൻസ് ഇവിടെയൊക്കെ നമ്മൾ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിലപ്പം വേദന വരും, അതേ ഉള്ളൂ. എനിവൈസ് ഇത് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ബോറായിട്ടൊന്നും തോന്നില്ല. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ആക്ച്വലി മൂക്ക് കുത്തിയാൽ എനിക്ക് ചേരുമെന്ന്. പക്ഷേ കുഴപ്പമില്ല, ഓണം ഫോട്ടോസിലൊക്കെ നന്നായിരിക്കുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് ഇനി കുത്താൻ പോകുന്നവർക്ക് എനിക്ക് തരാനുള്ള ഉപദേശം, എൻ്റെ ജീവിത താളുകളിൽ നിന്ന് ചീന്തിയെടുത്ത കുറച്ച് ഉപദേശം തരാമെന്ന് വെച്ചാൽ, ചിലർക്ക് ഇഷ്ടമുണ്ടായിരിക്കും, ചിലർക്ക് ഇഷ്ടമില്ല. മീൻസ് ഇഷ്ടമില്ലാതെ പോയി പിന്നെ കുത്തി സെറ്റാവണം. എന്നെപ്പോലെ തന്നെ എനിക്കങ്ങനെ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഷീലാമ്മയ്ക്ക് കുത്തിയപ്പോൾ എനിക്ക് എന്നാൽ പിന്നെ ഞാനും കൂടെ ട്രൈ ചെയ്യാം എന്നുള്ളൊരു ലെവലിലാണ് ഞാൻ ഇത് മൂക്കുത്തി ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് തരാനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒന്ന് കുത്തുന്നത് കുറച്ച് ബേസുള്ള കുറച്ച് വലുത് വെച്ച് കുത്തിയാൽ പിന്നെ കരിയുമ്പോൾ നമുക്ക് വീണ്ടും വേറെ ട്രൈ ചെയ്യാം. എന്നെപ്പോലെ
തീരെ കുഞ്ഞത് കുത്തി സെറ്റാവാതെ ഇതുപോലെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുവെച്ചാൽ. പിന്നെ ഞാൻ ഫുൾ കേട്ടത് മൊത്തം നീ ചെറിയ കല്ലെടുത്തിട്ടല്ലേ ഇതായത്, ചെറിയ കല്ലെടുത്തിട്ടല്ലേ ഇത്ര പ്രശ്നമായതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വലിയ കല്ലെടുത്ത് നമുക്ക് മുറിവൊക്കെ സെറ്റായാൽ നമുക്ക് വേറെ വേറെ കുറേ ട്രൈ ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് മെയിൻലി പറയാനുള്ള ഒരു ഉപദേശം. ഓക്കെ, പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ കെയർ ചെയ്യുക, വെള്ളം അല്ലെ ഫേസ് വാഷ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വീഴാതെ കുറച്ച് കരിയാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇതാണ് എനിക്ക് തരാനുള്ള ഉപദേശം 2. കുറച്ച് വേദനയുണ്ട്, വേദന നമ്മൾ കുറച്ച് സഹിക്കണം. കുത്തിയവർക്കൊക്കെ അറിയാം. അപ്പം കുത്താൻ പോകുന്നവരോടൊക്കെ ഞാൻ ഈ പറയുന്നത് കുറച്ച് വേദനയുണ്ട്, അത് സഹിക്കണം. ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്ര വേദന ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. ഷീലാമ്മയുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഷീലാമ്മ അത്ര വലിയ വേദനയൊന്നും അറിയാനില്ലാന്ന്. എനിക്ക് പക്ഷെ മാനുവലായിട്ട് കുത്തുമായിരുന്നു, അത് നല്ല വേദനയുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. ചിലപ്പം പഴുക്കാം, പൂക്കാം, കീറിപ്പോവാം, അതൊക്കെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. കുഴപ്പമില്ല, അത് ലൈഫിലൊന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എനിവേയ്സ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ, see you, take care. If you like my video, like, share, subscribe. Ta-da!